നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾ ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളിൽ റഷ്യക്ക് ആശങ്കയുണ്ടെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നു. അത്തരമൊരു സാഹചര്യം റഷ്യക്ക് സ്വീകാര്യമല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഉക്രൈനും റഷ്യയുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചാൽ ഒരു സമാധാന സേനയെ ഉക്രൈനിൽ ഇറക്കാനുള്ള പദ്ധതികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യാൻ ബ്രിട്ടനും ഫ്രാൻസും തയ്യാറെടുക്കുകയാണെന്ന് ദ ടെലഗ്രാഫും ബ്ലൂംബെർഗും പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അടുത്ത ആഴ്ച അമേരിക്ക സന്ദർശിക്കുമെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. തീർച്ചയായും ഈ റിപ്പോർട്ടുകളെല്ലാം റഷ്യ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക അംഗങ്ങൾ ഉക്രൈനിലേക്ക് എത്തിയാൽ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നും റഷ്യക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. റഷ്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ വ്ളാദിമിർ പുടിന് കഴിയില്ല. ഉക്രൈനിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സേനയുടെ സാന്നിധ്യം റഷ്യ ഒരു കാലത്തും അംഗീകരിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിരുന്നു. ഉക്രൈനിലെ പ്രധാന നഗരങ്ങളിലും തുറമുഖങ്ങളിലും ആണവ നിലയങ്ങളിലും ഏകദേശം 30,000 സൈനികരെ വിന്യസിക്കാനാണ് ആംഗ്ലോ ഫ്രഞ്ച് പദ്ധതി. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന കരാർ നിരീക്ഷിക്കുന്നതിനായി നിരീക്ഷണ രഹസ്യാന്വേഷണ വിമാനങ്ങളും പട്രോളിംഗ് കപ്പലുകളും ഉപയോഗിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സമാധാന സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയും വ്യോമ സംരക്ഷണം നൽകുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ബ്രിട്ടനിന്റെ സ്വന്തം സൈന്യത്തെ ഉക്രൈനിൽ വിന്യസിക്കാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറയുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഉക്രൈനിലേക്ക് സൈനികരെ അയക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു വരികയാണ്. റഷ്യയുമായി ചർച്ചകൾ നടത്തുകയും ഉക്രൈനെ പലപ്പോഴും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു അവസരം കിട്ടിയാൽ റഷ്യക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാകും അമേരിക്ക കാത്തിരിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി എന്ന വണ്ണം കാണുന്ന വ്ളാദിമിർ പുടിൻ കരുതി തന്നെയാണ് നീങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നേർക്കുനേർ റഷ്യക്കെതിരെ പോരാട്ടത്തിനിറങ്ങാൻ യൂറോപ്പിൽ നിന്നുള്ള ഒരു രാജ്യവും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ സഖ്യമുണ്ടാക്കി വലിയൊരു സൈന്യവുമായി റഷ്യയെ നേരിടാൻ ഇവരൊക്കെ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്.